നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്തെ പൌരന്മാർക്ക് ചൈനയിലേക്കുള്ള സന്ദർശക വിസയിൽ ഇളവുകൾ അനുവദിക്കുവാൻ തീരുമാനം. 30 ദിവസം വരെയുള്ള ചൈനീസ് സന്ദർശനത്തിന് ബ്രിട്ടീഷ് പൌരന്മാർക്ക് ഇനി മുതൽ വിസ വേണ്ട. പ്രധാനമന്ത്രി കെ സ്റ്റാമറും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. പദ്ധതി എന്നു മുതൽ പ്രാബല്യത്തിലാകും എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഡൌണിംഗ് സ്ട്രീറ്റ് അറിയിക്കുന്നത്. വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം ബ്രിട്ടീഷ് പൌരത്വം എടുത്തിട്ടുള്ള മലയാളികൾ അടക്കമുള്ളവർക്ക് ഗുണം ചെയ്യും. 2024 6,20,000 പേരാണ് ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. നിലവിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ 50 രാജ്യങ്ങളിലേക്കുള്ളവർക്കാണ് വിസയില്ലാതെ 30 ദിവസം വരെ ചൈനയിലേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്നത്. ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ് മാർട്ട് യുകെയിൽ ലബോഗോ ഡോളുകളുടെ പുതിയ ഷോപ്പുകൾ തുറക്കുവാൻ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ പ്രഖ്യാപനം വരുന്നത്. ലണ്ടനിലെ വെസ്റ്റ് എൻഡിലെ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ ഒരു ഫ്ളാഗ്ഷിപ്പ് സ്റ്റോർ തുറക്കുമെന്നും കാർഡിഫ്, ബർമിംഗ്ഹാം നഗരങ്ങളിലും കടകൾ ആരംഭിക്കുമെന്നും പോപ്പ് മാർട്ട് സ്ഥിരീകരിച്ചു. കൂടാതെ 2026 യൂറോപ്പിലുടനീളം 20 പുതിയ സ്റ്റോറുകൾ തുറക്കുവാനാണ് പദ്ധതിയിടുന്നത്. യുകെ സർക്കാർ പ്രഖ്യാപിച്ച 2.2 ബില്യൺ പൌണ്ട് മൂല്യമുള്ള കയറ്റുമതി കരാറുകളുടെ ഭാഗമായാണ് ഈ നീക്കം. വിസ്കിയും കാറുകളും ഉൾപ്പെടെയുള്ള വ്യാപാര കരാറുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത് അടുത്ത 5 വർഷത്തിനുള്ളിൽ യുകെ സാമ്പത്തിക രംഗത്തിന് 250 മില്യൺ പൌണ്ട് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ലൈംഗിക പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട ജെഫ്രി എപ്സ്റ്റീൻ ജയിൽ വിമുക്തനായതിന് മാസങ്ങൾക്ക് ശേഷം ആൻഡ്രൂ രാജകുമാരൻ എപ്സ്റ്റീനുമായി ഒരു സ്വകാര്യ പാർട്ടിയിൽ പങ്കെടുത്ത പുതിയ രേഖകൾ പുറത്ത്. യുഎസ് നീതിന്യായ വകുപ്പ് വെള്ളിയാഴ്ച പുറത്തുവിട്ട പുതിയ രേഖകളിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപകീർത്തിയിലായ ധനകാര്യ വിദഗ്ധനായ എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇമെയിലുകളും രേഖകളും ഇതിലുണ്ട്. 2010 ഡിസംബറിൽ ന്യൂയോർക്കിൽ ഔദ്യോഗികമല്ലാത്ത സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയിരുന്ന ആൻഡ്രൂ രാജകുമാരൻ അവസാന നിമിഷം സംഘടിപ്പിച്ച അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നുവെന്ന് ഇമെയിലുകളിൽ വ്യക്തമാക്കുന്നു. ഈ സംഗമം എപ്സ്റ്റീനെ ന്യൂയോർക്ക് വസതി നടന്നതായാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. അതേ വീട്ടിലായിരുന്നു ആൻഡ്രൂ താമസിച്ചിരുന്നത് എന്നും രേഖകളുണ്ട്. എപ്സ്റ്റീൻ ജയിൽ അടയ്ക്കപ്പെട്ടതിനു ശേഷം ബന്ധം അവസാനിപ്പിക്കുവാനാണ് താൻ ന്യൂയോർക്കിൽ പോയതെന്ന് ആൻഡ്രൂ മുൻപ് പറഞ്ഞിരുന്നു. നോർത്ത് ലണ്ടനിലെ കാംബ്രിഡ്ജിലെ പ്രൈം റോസ് ഹിൽ മേഖലയിൽ ഇന്നലെ തീപിടുത്തമുണ്ടായി. റെയിൽ പാളങ്ങൾക്ക് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ഇതിനെ തുടർന്ന് ലണ്ടൻ യൂസ്റ്റൺ സ്റ്റേഷനിൽ നിന്ന് മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ഗ്ലാസ്ഗോ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും ചിലത് വൈകി സർവീസ് നടത്തുകയും ചെയ്തു. വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ വഴിയുള്ള വെസ്റ്റ് കോസ്റ്റ് ലണ്ടൻ നോർത്ത് വെസ്റ്റേൺ സർവീസുകളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ തന്നെ ട്രെയിൻ സർവീസുകൾ സാധാരണ നിലയിലായെങ്കിലും മുൻകൂട്ടിയുള്ള റദ്ദാക്കലുകൾ കാരണം ചില വൈകലുകൾ തുടർന്നു. കൂടാതെ വെള്ളിയാഴ്ച യാത്രയ്ക്ക് ടിക്കറ്റ് എടുത്തവർക്ക് ഇന്നും യാത്ര ചെയ്യുവാനുള്ള സൌകര്യവും ട്രെയിൻ കമ്പനികൾ അനുവദിച്ചിട്ടുണ്ട്. അതേസമയം തീപിടുത്ത വിവരം ലഭിച്ച ഉടൻ തന്നെ ഫയർ എഞ്ചിനുകളും അഗ്നിശമന സേനാംഗങ്ങളും സ്ഥലത്തെത്തി തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടർന്നു. ഒരൊറ്റ നില വാണിജ്യ കെട്ടിടവും സമീപത്തെ മറ്റൊരു കെട്ടിടത്തിന്റെ ഭാഗവും തീപിടുത്തത്തിൽ കത്തിനശിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ലണ്ടനിലെ വെസ്റ്റ് എൻഡിൽ മദ്യലഹരിയിൽ വാഹനമിടിച്ച് ഒരാളെ കൊലപ്പെടുത്തുകയും 4 പേരെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 2024 ക്രിസ്മസ് ദിനത്തിൽ പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. മദ്യലഹരിയിൽ കാറോടിച്ച് ആക്രമണം നടത്തിയ 32 വയസ്സുള്ള ആന്റണി ഗിൽഹേരിയെ ഓൾഡ് ബെയ്ലി കോടതിയാണ് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത്. കുറഞ്ഞത് 37 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷമേ പ്രതിക്ക് പരോൾ പരിഗണിക്കുകയുള്ളൂ. കൊലപാതക ശ്രമം, ഗുരുതര പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പരയിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. പലേക്കലയിൽ നടന്ന ഒന്നാം 2020 മത്സരത്തിൽ 11 റൺസിനാണ് ശ്രീലങ്കയെ ഇംഗ്ലണ്ട് തോൽപ്പിച്ചത്. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഡിഎൽഎസ് നിയമപ്രകാരമാണ് ഇംഗ്ലണ്ട് വിജയം പിടിച്ചെടുത്തത്. 17 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 16.2 ഓവറിൽ 133 റൺസിന് ഓൾഔട്ടായി. 134 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ഇംഗ്ലണ്ടിനെ ജയിക്കുവാൻ 2 ഓവറിൽ 9 റൺസ് മാത്രം മതിയാകുമ്പോഴാണ് മഴ വീണ്ടും എത്തിയത്. ഇതോടെ ഡിഎൽഎസ് നിയമപ്രകാരം ഇംഗ്ലണ്ടിനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു. മത്സരത്തിൽ ഇംഗ്ലണ്ട് താരം സാം കെറൻ ഹാട്രിക് നേടി. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 പരമ്പരയിലെ 5ാം മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് കളി. ഇന്ത്യ ജയിച്ചു കയറുന്നതിനോടൊപ്പം ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് മലയാളി താരമായ സഞ്ജുവിന്റെ ബാറ്റിംഗിലേക്കാവും.
ഇന്നും റണ്ണടിച്ചില്ലെങ്കിൽ ദിവസങ്ങൾക്കപ്പുറം തുടങ്ങുന്ന ലോകകപ്പിൽ സഞ്ജുവിന്റെ പ്ലേയിംഗ് 11-ലെ സ്ഥാനം അനിശ്ചിതത്തിലാവും. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലണ്ടനിലെ പാർലമെന്റ് സ്ക്വയറിലുള്ള മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ചു. പ്രതികൂല കാലാവസ്ഥയിലും നിരവധി അംഗങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയത്. മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമാണ് ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചത്. IOC UK കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു കെ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി അഷ്റഫ് അബ്ദുള്ള, IOC യൂത്ത് വിംഗ് കേരള ചാപ്റ്റർ പ്രസിഡന്റ് എഫ്രാം സാം, ജോർജ് ഖലീൽ, ജോബിൻ കിഴക്കേതിൽ, നിതിൻ TJ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നാഷണൽ കമ്മിറ്റി അംഗം അജി ജോർജ് നന്ദി രേഖപ്പെടുത്തി. അന്തരിച്ച കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ സംസ്കാരം നാളെ നടക്കും. ബനാർഘട്ടയിലെ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിലാണ് വൈകിട്ട് 4:30 സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഇന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷം ഉച്ചയ്ക്ക് 2 മണിവരെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ബനാർഘട്ടയിൽ സംസ്കരിക്കണമെന്നായിരുന്നു റോയിയുടെ ആഗ്രഹമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു. അതേസമയം പോലീസ് കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ മൊഴി എടുത്തു. ഹലസുരുവിലെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. കുടുംബാംഗങ്ങളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പണമിടപാടുകളും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ബാങ്ക് അക്കൌണ്ടുകളുടെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. IT ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിന്ന് അമ്മയെ ഫോൺ ചെയ്യുവാൻ എന്ന് പറഞ്ഞാണ് CJ റോയ് മടങ്ങിയതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.